നമ്മളെല്ലാ വർഷവും ന്യൂ ഇയർ ആകുമ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണ ഒരു പരിപാടിയുണ്ട്. എല്ലാ വർഷവും ജനുവരി 1-ാം തീയതി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യും. ഒരു 2-ാം തീയതി 3-ാം തീയതിയൊക്കെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യും. പിന്നെ ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോൾ നമ്മുടെ ഗോളുകൾ പതുക്കെ തീർന്ന് നമ്മളതൊക്കെ എല്ലാം മറന്ന് ബാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കും. ഗോളുകളെല്ലാം എവിടെയോ പോയി മറയും അല്ലേ? എന്നാൽ നമുക്ക് ഈ വർഷം തുടങ്ങുന്നതിന് പകരം നമുക്ക് ആ ഒരു വർഷം അവസാനിക്കുന്ന സമയത്ത് ഗോളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ? അതായത് ഇനിയിപ്പോൾ ഏകദേശം ഒരു 100, 110, 150 ദിവസത്തിന് താഴെയുള്ളൂ നമുക്ക് പുതിയ വർഷത്തിലേക്ക് കടക്കാനായിട്ട്. നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് നമ്മൾ ഈ വർഷത്തിൽ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നിച്ച് നടത്തി നമുക്ക് ആ ആ ആ അടുത്ത വർഷം കുറച്ചും കൂടി ഒരു സക്സസ്ഫുൾ ആക്കിയിട്ട് കുറച്ചും കൂടി ഒരു ലാർജർ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇനിയില്ലേ? ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഞാൻ പേഴ്സണലി എനിക്കിങ്ങനെ ഒരു 100 ഡേ ഗോൾ സെറ്റ് ചെയ്യണ ഒരു രീതിയുണ്ട്. അത് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലെത്തുമ്പോൾ ഞാൻ ആ വർഷം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ ചെയ്യാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളെല്ലാം എഴുതി ഞാനൊരു 100 ദിവസത്തെ പ്ലാനിട്ട്, ആക്ഷൻ പ്ലാനിട്ട് ഞാൻ ചെയ്തു തീർക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള രീതി. അപ്പോൾ ഞാനത് നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ഒത്തിരി പേർക്ക് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 100ഓളം പേരാണ് അവരവരുടെ ഗോളെല്ലാം പബ്ലിക്കലി അനൗൺസ് ചെയ്ത് ഞങ്ങളത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, "എനിക്കൊരു ഗോള് ഇല്ല ജീവിതത്തിൽ" എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്തുകൊണ്ടാണ് ഒരു ഗോൾ ഇല്ലാത്തത് എന്ന് ഡീപ്പായി സംസാരിച്ച് നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ഗോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചത്. ഞാൻ ചോദിച്ചു, "നമുക്കെല്ലാവർക്കും സ്വപ്നം കാണാൻ ഇഷ്ടമല്ലേ?" ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പല സ്വപ്നങ്ങളുണ്ട്. നമ്മൾ പകൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡേ ഡ്രീമിംഗ് ഒക്കെ പോലെ നമ്മൾ പല സ്വപ്നങ്ങളും കാണും. ആ സ്വപ്നങ്ങൾ പലതിലും നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണതായിരിക്കാം. നമ്മൾ നല്ല സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാക്കണതായിരിക്കാം. ചിലപ്പോൾ നല്ല വീട് വെക്കണതോ കാറ് വാങ്ങണതോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ സ്വപ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഒരു ഫ്യൂച്ചറിനെ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമ്മളുടെ തലയ്ക്കകത്ത് കാണിക്കണ ഇതിനെയാണ് നമ്മൾ സ്വപ്നങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, "ഓക്കെ, ഇത്തരം സ്വപ്നങ്ങളിൽ എപ്പോഴും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ സ്വപ്നങ്ങളുണ്ടാവുമല്ലോ. അലട്ടിക്കൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങൾ വെച്ചാൽ നമുക്ക് കാണണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കണ, അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ എത്തിക്കാൻ സഹായിക്കുന്ന കുറേ സ്വപ്നങ്ങൾ. ചിലപ്പോൾ നമുക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാവുന്നതായിരിക്കാം, നല്ലൊരു ഒരു ഫൈനാൻഷ്യലി സെക്യൂർ ആവുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം." അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, "നല്ല സ്വപ്നങ്ങളിൽ നിന്നാണ് നല്ല ഗോൾസ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ റാൻഡം നമ്മൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെ ഒരു ഫോട്ടോ എടുക്കുന്നത് പോലെ ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുക്കണ 2ഓ 3ഓ അല്ലെങ്കിൽ 4ഓ 5ഓ കാര്യങ്ങളെയാണ് നമ്മൾ ഗോൾസായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുക." അദ്ദേഹത്തിനൊരു ഗോളും ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഗോൾസിനെ നമുക്ക് സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു മായാ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും അതിനെ ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്ത പോലെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതേപോലെ പിക്ചറൈസ് ചെയ്ത് നമുക്ക് 2 രീതിയിൽ അതിനെ ഗോൾസാക്കി മാറ്റാൻ പറ്റും. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നങ്ങളിനെ നമുക്ക് നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കാൻ എന്നുള്ളത് എൻ്റെ ഒരു ഗോളാണെങ്കിൽ, ഇപ്പോൾ ഞാനതിനെ കാണുന്നത് ഇപ്പോൾ എനിക്ക് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത്ര എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കലാണ് എൻ്റെ ഗോളെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനെ ഇതൊരു ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണ്, അല്ലെങ്കിൽ എനിക്കതിനൊരു കൃത്യമായിട്ടുള്ള നിർവചനം കൊടുക്കാൻ പറ്റുവാണ്. ഒപ്പം തന്നെ എനിക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും കൂടി പറ്റുവാണെങ്കിൽ, ഇപ്പോൾ അത്രയും രൂപ ഉണ്ടാക്കണതിനെ ആ രൂപ ഉണ്ടാക്കിയിട്ട് എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആ സമയത്ത് വരിക എന്നുള്ളത് എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ലൊരു ഗോളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഡ്രീംസിൽ നിന്ന് ഗോൾസ് ഉണ്ടാക്കി ഇത് രണ്ടും മാത്രം ഉണ്ടായാലും മാത്രം പോരാ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഈ ഗോള് എങ്ങനെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ എത്തിച്ചേരണമെന്നുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡ്രീം അല്ലെങ്കിൽ നമ്മൾ ആ ഗോള് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. പ്രത്യേകിച്ചും നമ്മളുടെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കണം ആ ഗോൾസ് എന്ന് പറയാം. കാരണം നമുക്ക് അത്രയും വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പൈസ ഇല്ലാത്ത അവസ്ഥ കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എനിക്ക് അവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് എൻ്റെ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഒരു വൈ. ആ വൈ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കൊണ്ടുവരേണ്ട സാധനം. ഈ 3 കാര്യങ്ങളും കൂടി ഒന്നിച്ച് ചേർത്ത് വെച്ചാൽ മാത്രമേ
നമുക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് നല്ലൊരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ഡ്രീംസ് ഉണ്ടായിരുന്നു. ആ ഡ്രീംസിനെ അദ്ദേഹത്തിന് ചേർത്ത് വെക്കാൻ പറ്റാവുന്ന ഗോൾസ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ആ ഗോൾ നിനക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായ ഒരു വോയിസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണങ്ങളുണ്ടായിരുന്നു. ആ 3 കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് 2, 3 നല്ല ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഒരു 100 ദിവസത്തേക്ക് ഒരു ഗോൾ നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2025 എന്ന ഇയർ നമുക്ക് ഇത്തിരി കൂടിയും സക്സസ്ഫുൾ ആക്കിയിട്ട് നമുക്ക് ഇത്തിരി കൂടി ഹാപ്പി ആയിട്ട് നമുക്ക് അവസാനിപ്പിച്ച് അടുത്ത വർഷം കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചും കൂടിയും എലാബറേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒത്തിരി പഠനങ്ങളും ഒത്തിരി റിസർച്ചും എല്ലാം നടന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോൾ സെറ്റിങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ ഗോൾസ് എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഗോളുകൾ സെറ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ല വീഡിയോസ് ഞങ്ങൾക്ക് ഇടാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിന് താഴെ ഗോൾസ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക.